കരുതിയത് ഈ സുജാതയെ രഘുവൊക്കെ ഇത്തിരി കാര്യബോധം ഉള്ളവരായിരിക്കുമെന്നാ. അതല്ലേലും കാണാൻ കൊള്ളാവുന്നവരുടെ മനസ്സ് നന്നായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അല്ലേ മോളെ? അമ്മേ, ആ വിവാഹം കഴിഞ്ഞു. ഇനി അവര് നന്നായിട്ട് ജീവിക്കാതിരിക്കോ ചെയ്യട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എന്നെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനും നിൽക്കണ്ട. അയ്യോടാ, ഉള്ള കാര്യം പറഞ്ഞ അതെങ്ങനെ മോളെ കുറ്റപ്പെടുത്തലാവുന്നേ? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കുടുംബക്കാര് എന്ത് കാണിച്ചാലും ഓ ഇതാ ഞങ്ങൾ ബന്ധുക്കള് മഹാകാര്യം ചെയ്തിരിക്കുന്നു പറയണോ? യഥാർത്ഥത്തിന് നിരക്കാത്തതൊന്നും ഞാൻ പറഞ്ഞു ശീലിച്ചിട്ടില്ല. എനിക്കൊട്ട് പറയാനും ഉദ്ദേശമില്ല. മോൾക്ക് മനസ്സിലായോ? എന്തായാലും കാര്യങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയും ഇതുപോലത്തെ ചടങ്ങുകളും അതിന്റെ പൊട്ടിത്തെറിയൊക്കെ. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുമക്കാൻ തീരുമാനിച്ച ഇതൊക്കെ തന്നെ ആകും വിധി. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്നെ കൊണ്ടാകണ വിധത്തില് ഇങ്ങോട്ട് നോക്കണം. എന്നെ കൊണ്ടാകണ വിധത്തില് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്റെ അറിവും എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് മോഡൽ ചിലപ്പോ പഴയതായിരിക്കും, എന്നാലും ഇത് മതിയൊന്ന് നോക്ക്. അമ്മാവൻ ഇതിനാണോ എന്നെ വിളിച്ചത്? ഞാൻ കരുതി വേറെന്തോ അത്യാവശ്യമാണെന്ന്. എടാ, നിന്റെ കല്യാണ ദിവസം രാത്രിയില് എനിക്ക് പിന്നെ വേറെ എന്താണ് അത്യാവശ്യമായിട്ട് ഉള്ളത്? അമ്മാവനൊന്നും മിണ്ടാതിരുന്നേ. ചുമ്മാ ഒരു ആഘോഷങ്ങള്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ ആഘോഷിക്കും, ആഘോഷിക്കും. ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ. മോനെ മക്കളെ, ഇന്നത്തെ ദിവസം ഞാൻ പോയി കിടന്ന അപ്പോഴേ ഉറങ്ങിപ്പോവും. കാര്യം എന്താണെന്ന് അറിയോ? എന്ത് കാര്യം അറിയോ? അപ്പൊ കാര്യം ഞാൻ പറയാം. ഇന്ന് ഞാൻ കണക്കെടുക്കുന്ന ദിവസമാ. എടാ മക്കളെ, ഒരു പ്രാവശ്യം ഞാൻ നിന്റെ ജീവിതം തട്ടിപ്പറിച്ചെടുത്തതല്ലേ. ഇന്ന് ആ ജീവിതം ഞാൻ നിനക്ക് തിരിച്ചു തരുവാ. എടാ മോനേടാ, ഇനിയെങ്കിലും നീ ഒന്ന് ജീവിക്കണം. നീ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ. ഏതാ? പിന്നെ കുറച്ച് കഴിയുമ്പോ ഞാനും കല്യാണം കൂടെ സുജാതയുടെ വീട്ടിലോട്ട് പോവും. ഇന്ന് ഞങ്ങൾ അവിടെയാ കിടക്കണത്. അതെന്തിനാ? അപ്പൊ അത് നീയും പിന്നെ മോളും കൂടി ചേർന്ന് വിടക്കണത്. എന്താ? എന്തെന്നാ? ഇവിടെ കുറെ മുറികളുണ്ടല്ലോ. അപ്പൊ നീയും കൂടെ ഓരോ മുറിയായിട്ട് അല്ല, അതിന്റെ ആവശ്യം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇതിനേക്കാൾ ഇവരെ കെട്ടിക്കാണ്ടിരിക്കുന്ന നല്ലത്. അമ്മാവ് ഇപ്പൊ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക. എനിക്കൊരു വകയും കേക്കണ്ട. നീ പറഞ്ഞ ഒന്നും എനിക്ക് കേക്കണ്ട. അടുക്കളയിലെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് മണിയറയ്ക്ക് വേണ്ടിട്ട്. അല്ല അമ്മാവനെ നിന്നേ. അല്ല അടുക്കളയില് മണിയറയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങള്, അതായത് 2 ആപ്പിള്, പഴം, പാലും പഞ്ചാര കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആക്രാന്ത മൂലം ഒറ്റയ്ക്ക് കഴിച്ചു കളയല് ആ പെൺകൂച്ചിനും കൂടെ കൊടുക്കണം കേട്ടാ. ഒന്നും അറിഞ്ഞൂടാ, നാണക്കേട് തന്നെടാ. അല്ല അമ്മാവ് നീ പറയാൻ നാണക്കേടുള്ള കാര്യം എന്താ? അയ്യേ അയ്യയ്യയ്യേ, ഇതിപ്പോ അമ്മാവിന് സുജാതേന്റെയും കൂടെ വലിയൊരു മഹാസംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ആണ്, മഹാസംഭവം തന്നെയാണ്. ഇടാ, എത്ര കാലമായി നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിനൊന്ന് ഉള്ളിൽ പ്രേമം വെച്ചോണ്ട് ഞങ്ങളെ പറ്റിക്കണ് ഇല്ലേ? അതിനെ രണ്ടുപേരും കൂടെ പിടിച്ച് കെട്ടിച്ചത്. ഇടാ, ഞങ്ങൾ ഇത് അങ്ങോട്ട് ആഘോഷിക്കും കേട്ടാ. ഇടാ മക്കളെ, ചുറ്റിനുള്ള എല്ലാ ആൾക്കാരുടെ ആഗ്രഹം എന്താണെന്ന് അറിയോ? ഇനി നിത്യമോളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് പോലും വരരുന്ന മോനെ. അതാ നീ ഇനി സാധിച്ചു കൊടുക്കേണ്ടത്.
ജീവൻ. അയ്യോ. ജീവൻ